ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ടേ. പാസ്ത നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, അത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് ഞാനൊരു 200 ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചു, പിന്നെ കുറച്ച് ഉപ്പ്, അതേപോലെ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടോ, നമുക്ക് എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചാൽ തന്നെ ഏകദേശം പാസ്ത റെഡി ആവും കേട്ടോ. അത് വെന്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലോണം ഊറ്റി വെക്കാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു ചെറിയ ബട്ടറിൻ്റെ കഷ്ണമാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ടത് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു വല്യുള്ളി നമ്മൾ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നിങ്ങളുടെ അടുത്ത് വേറെ കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് ഒന്നുകൂടി ബെറ്റർ ആവും കേട്ടോ. എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ചുവപ്പോ മഞ്ഞയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത് ഇടാം കേട്ടോ. ക്യാപ്സിക്കം ഇടുന്നത് അത്രയും ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനത് കോരി മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഇടുന്നുണ്ട് കേട്ടോ. ഒരു 4-5 ചിക്കൻ്റെ കഷ്ണങ്ങൾ ഞാൻ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് വെറും ഉപ്പും മഞ്ഞളും ഇട്ടതാണ് കേട്ടോ. ആ എണ്ണയിൽ തന്നെയാണ്, ആ ബട്ടറിൽ തന്നെയാണ് ഞാൻ എടുത്തത് വേവിക്കണേ. അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ചിക്കനും സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനൊരു കഷ്ണം കൂടി ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യാം, പക്ഷേ ബട്ടറാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയതാണ്. അത് നിങ്ങൾക്ക് മൈദപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേ പാലൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനത് കുറേശ്ശെ ചേർത്തിട്ട് ഞാനത് മിക്സ് ആക്കുകയാണേ, അല്ലെങ്കിൽ കട്ട പിടിക്കും. തീ പറ്റും സ്ലോ ആക്കണം അപ്പോൾ കേട്ടോ. ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു പാസ്ത ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ഇഷ്ടം, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് കൊടുത്തുട്ടോ. പിന്നെ കുറച്ചുകൂടി ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇട്ടത് കസ്തൂരി മേത്തിയാണ് കേട്ടോ. ഓപ്ഷനാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഓർഗാനോ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് അതും ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ട്, പിന്നെ സോയാ സോസും ഇട്ട്, പിന്നെ ടൊമാറ്റോ സോസും, അത് 3 കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുന്നത് വരെ വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് നമുക്ക് പിന്നെ ചീസാണ്. അത് നല്ലൊരു ഫ്ലേവറായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നല്ല അടിപൊളി പാസ്ത റെഡിയാണ്. ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടമാണ്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.